എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമുക്ക് നല്ലൊരു പാവയ്ക്കാക്കറി വെക്കാം. ഇത് ഞാനിവിടെ പാവയ്ക്കൊക്കെ ഇന്നലെ വിനാഗിരി ഉപ്പും ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിതിപ്പോൾ എടുത്ത് കഴുകി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പാവയ്ക്ക കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം. മഞ്ഞളും വിനാഗിരിയും ഉപ്പും ഒക്കെ ഇട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്നിട്ട് കഴുകണം. അപ്പം അതിനകത്തുള്ള അതിൽ പൂവാകുമ്പോൾ തുടങ്ങി വിഷം അടിക്കുന്ന സാധനമാണ് പാവയ്ക്ക. അപ്പം അത്രയും വിഷം നമ്മുടെ ബോഡിയിൽ ചെല്ലും. അതുകൊണ്ട് നമ്മൾ വിനാഗിരിയും മഞ്ഞളും ഉപ്പും ഇട്ട് കഴുകിയിട്ടേ പാവയ്ക്ക ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അപ്പം ഇത് പാവയ്ക്ക കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലിട്ടിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതാ നമ്മുടെ പാവയ്ക്ക മുറിച്ച് നോക്കി ഈ കട്ടറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശരിക്കൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഇത് എത്ര പെട്ടെന്നാണ് കണ്ടോ. ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ 2 വലി വലിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? പാവയ്ക്ക നല്ല കുരുകുരാന്നരിഞ്ഞ് കിട്ടും. പണി പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. ബാക്കിയുള്ളതും കൂടെ നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുക്കുക കേട്ടോ. ഇത് നമ്മുടെ പാവയ്ക്ക ഇവിടെ വെജിറ്റബിൾ കട്ടറിനകത്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്തിനാ ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തതെന്നറിയോ? ഇനി ഉപ്പ് കൂട്ടിയിട്ട് നമ്മൾ ഈ പാവയ്ക്ക നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി കഴുകണം. എന്തിനാണെന്നറിയാം? അതിൽ ഉണ്ടാകുന്ന വിഷാംശമൊക്കെ അങ്ങ് പൊക്കോട്ടെ. പിന്നെ നമുക്ക് മക്കൾക്കും കൂടെ കൂട്ടുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ആ കൂടുതലുള്ള കയ്പ് അങ്ങോട്ട് മാറിക്കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. കണ്ടോ? അപ്പോൾ അതിനുള്ളിൽ നിന്ന് ആ പതയും അതുമൊക്കെ പൊയ്ക്കോളും. അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് വേണം നമ്മളിത് കറി വയ്ക്കാനായിട്ട്. നമ്മൾ ഈ പാവയ്ക്കേണ്ട ശരിക്കും എന്ത് ചെയ്യണം? ആ ഉപ്പിട്ട് എല്ലാം കൂടെ ശരിക്കും ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. ഇത് കണ്ടോ? നമ്മൾ ഉപ്പിട്ട് കഴുകിയെടുത്ത് കഴിയുമ്പോൾ നോക്കി അതിനകത്ത് പതഞ്ഞിരിക്കുന്ന കണ്ടോ? ഇതെന്താണെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല ഇങ്ങനെ പത വരുന്നത്. അപ്പം ഇങ്ങനെയാണ് എല്ലാ പ്രാവശ്യം പാവയ്ക്ക കൊണ്ട് നമ്മൾ കഴുകുമ്പോൾ. അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ വിഷം അടിക്കുന്നതിൻ്റെയൊക്കെ ആയിരിക്കാം. അപ്പം നമുക്കിനിത് ഒന്നും കൂടെ കൂടിയിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന പാവയ്ക്ക ഒന്നും കൂടെ നമ്മൾ പച്ച വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഇതേ നമ്മൾ പാവയ്ക്ക അരിഞ്ഞ് കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനുള്ളിലേക്ക് സവോള, പച്ചമുളക്, ഇഞ്ചി എന്നിവ നമുക്ക് അരിഞ്ഞിടണം. ഇത് അരിഞ്ഞു വെച്ച പാവയ്ക്കയിലേക്ക് നമ്മൾ സവോള, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ തേങ്ങ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് കേട്ടോ. ഇനി നമ്മൾ കഴുകി കളയാനൊന്നും ഉള്ളതല്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കിനി നന്നായിട്ട് ഇതിനൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. ആ തേങ്ങയും സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എപ്പോഴും ഈ പാവയ്ക്കത്തോരൻ വയ്ക്കുമ്പോൾ കുറച്ചധികം തേങ്ങയും സവോളയും ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കയ്പ്പ് കുറവ് കിട്ടും. കുട്ടികൾക്കൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂട്ടത്തിൽ ചോറ്, സാമ്പാറും അതുപോലെ പാവയ്ക്കത്തോരനും പപ്പടവും ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടിക്കകത്ത് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. നമ്മളിവിടെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നു. നമ്മളിപ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ കടുകൊക്കെ പൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈ പാവയ്ക്ക ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ പാവയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാം കൂടെ യോജിപ്പിച്ച് അടുപ്പിൽ ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കരുത്. ഇതിനുള്ളിൽ കുറച്ച് എണ്ണ നന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇതിവിടെ ആവശ്യത്തിന് എണ്ണയുണ്ട്. ഇനി ഞാൻ ഒഴിക്കുന്നില്ല. അപ്പോൾ നമുക്കിനി ഇതിനെ ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ പാവയ്ക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മൂടിയൊന്ന് മാറ്റി നോക്കാം. കണ്ടോ? ആവി പറക്കുന്ന പാവയ്ക്കാത്തോരൻ ഇത് ഇവിടെ റെഡി ആയിട്ട് നമുക്കിനി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ പാവയ്ക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ. ഞാനിതിനകത്ത് മഞ്ഞൾ യൂസ് ചെയ്തിട്ടില്ല. കാരണം മഞ്ഞളും വിനാഗിരി ഇട്ട വെള്ളത്തിലാണ് നമ്മൾ ആദ്യം മുക്കി വെച്ച് കഴുകി എടുത്തത്. പിന്നെ നമ്മൾ പാവയ്ക്ക ഉപ്പുകല്ലിട്ടിട്ട് പിഴിഞ്ഞ് കളഞ്ഞു. അപ്പോൾ അതിൻ്റെ എല്ലാവിധ വിഷാംശവും പോയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ കറി വെച്ചത്. ഇതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് നാളെ കാണാം.